നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്റഗ്രേഷന്റെ ഓർഡർ റിവേഴ്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഇന്റഗ്രേഷന്റെ ഓർഡർ റിവേഴ്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. റിവേഴ്സിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. റിവേഴ്സിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഇവിടെ തിയറി ആയൊന്നും പഠിക്കാനില്ല, പക്ഷെ എങ്കിലും നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഞാൻ ഒരു പ്രോബ്ലം തരികയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ y/2 to 1 e raised to x square dx dy. ആസ് യു ക്യാൻ സി, ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സിൽ, അതിനുശേഷം വേണം വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ആദ്യം നമ്മൾ എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം, അതിനുശേഷം വേണം വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോ നമ്മുടെ ഈ ഇന്റഗ്രലിന്റെ എൻഡ് പോയിന്റുകൾ, അതായത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റുകളാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് റെക്ടാങ്കുലർ റീജിയൻ ആണ്. റെക്ടാങ്കുലർ റീജിയൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്ടാങ്കുലർ റീജിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം പോലെ റിവേഴ്സ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് സൗകര്യം പോലെ റിവേഴ്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അതാണ് റെക്ടാങ്കുലർ റീജിയന്റെ പ്രത്യേകത. പക്ഷേ എപ്പോഴെങ്കിലും ഇന്റഗ്രലിന്റെ ലിമിറ്റ് വേരിയബിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ y/2 ആണ് വന്നത്, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ മാറ്റാമെന്ന് വിചാരിക്കേണ്ട. മാറ്റിക്കഴിഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ ഇവിടെ ഡബിൾ ഇന്റഗ്രലിലെ ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എല്ലാം കോൺസ്റ്റന്റുകളാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപൂർവ്വം മാറ്റാമെന്ന് ഞാൻ റെക്ടാങ്കുലറിൽ കാണിച്ചു തന്നിരുന്നു. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു ലിമിറ്റ് വേരിയബിൾ വരികയാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. മാറ്റാൻ വേറെ പ്രൊസീജിയർ ഉണ്ട്. ശരി, അപ്പൊ എന്താണ് പ്രൊസീജിയർ എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുൻപ് ഈ പുള്ളിക്കാരനെ നേരെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് റിവേഴ്സിംഗ് ദ ഓർഡർ ചെയ്യാതെ തന്നെ ഇയാളെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, e raised to x square dx-ൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല. e raised to x square dx-ൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ഫോർമുലകളൊന്നും ഇല്ല. e raised to x-ന്റെ ഇന്റഗ്രൽ ഉണ്ട്, x സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഉണ്ട്, അല്ലാതെ e raised to x സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് ഇത് നേരെ ചെയ്യാൻ പോസിബിൾ അല്ലതാ. സോ ഞാനിത് ഇതേ ക്വസ്റ്റ്യനെ എങ്ങനെ റിവേഴ്സ് ചെയ്യുന്നത് വഴി ഇതെങ്ങനെ സോൾവ് ചെയ്യാവുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ആദ്യം എക്സ് വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സിന്റെ ലിമിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എക്സിന്റെ അപ്പർ ലിമിറ്റ് 1ഉം അതേസമയം എക്സിന്റെ ലോവർ ലിമിറ്റ് y/2ഉമാണ്. ഇനി വൈയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട്. വൈയുടെ അപ്പർ ലിമിറ്റ് 2ഉം വൈയുടെ ലോവർ ലിമിറ്റ് 0ഉം. സോ ഞാൻ ഇയാളെ ഒന്ന് ഫിഗറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഫിഗർ വരയ്ക്കുന്നു. 2 ഡയമെൻഷണൽ ആക്സിസ്, എക്സ് is equal to 1. എക്സ് is equal to 1 എന്ന് പറയുമ്പോൾ അത് ഈ സ്ട്രൈറ്റ് ലൈൻ ആണ്. എക്സ് is equal to 1, ഇവിടെ 1 വരും. എക്സ് is equal to 1. എക്സ് is equal to y/2, അതായത് y is equal to 2x ആണ് കേട്ടോ. y is equal to 2x. ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ഇങ്ങനെ പോകും. y is equal to 2x എന്ന് പറയുന്നത് ഇതാണ്. അതിനുശേഷം y is equal to 2, y is equal to 0. y is equal to 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസ് തന്നെയാണ് y is equal to 0. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മാർക്കിംഗ് ഒന്നും വേണ്ട. പിന്നെ y is equal to 2. y is equal to 2 എന്ന് പറയുമ്പോൾ രണ്ട് പൊക്കമുള്ള സ്ഥലമാണ്. രണ്ട് പൊക്കമുള്ളത് ഇവിടെയാണ്. രണ്ട് പൊക്കം വരുന്നത് ഇവിടെയാണ്. നിങ്ങൾക്കറിയാം എക്സ് ഈക്വൽ ടു 1 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ y is equal to 2. 2 into 1 2 കിട്ടും. അപ്പൊ പൊക്കം കറക്റ്റ് ആണ്, ഇവിടെയാണ് വരുന്നത്. അപ്പൊ x equal to 1, x is equal to y/2, y is equal to 0, y is equal to 1. y is equal to 0, y is equal to 2, y is equal to 0. എല്ലാവരുടെയും റീജിയൻ ആയിട്ട് വരുന്നത്, എല്ലാം ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആയിട്ട് വരുന്നത് ഈ റീജിയൻ ആണ്. ഈ റീജിയൻ ആണ് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ റീജിയൻ. നമ്മൾ ഇവിടെ എക്സ് വെച്ച് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എക്സിന്റെ, അതായത് എക്സ് ആക്സിസിലേക്ക് നീണ്ടിരിക്കുന്ന സ്ട്രിപ്പാണ് നമ്മൾ എടുത്തത്. എക്സ് ആക്സിസിലേക്ക് നീണ്ടിരിക്കുന്ന സ്ട്രിപ്പാണ് നമ്മൾ എടുത്തത്.
അതായത് എക്സ് വാല്യൂ ആദ്യം തൊടുന്നത് ഈ ലൈനിലാണ്, തൊടുന്ന ഈ ലൈനിലാണ്. അത് എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ 2 ആണ്, അതുകൊണ്ട് ലോവർ ലിമിറ്റ് വൈ ബൈ 2. അതിനുശേഷം രണ്ടാമത് തൊടുന്നത് ഈ ലൈനിലാണ്, അത് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്, അതുകൊണ്ട് അപ്പർ ലിമിറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ലിമിറ്റ് മാറ്റാൻ പോവുകയാണ്. അതായത് ഞാൻ ആദ്യം വൈക്ക് ചെയ്യുന്നത് കൊണ്ട് പൊക്കം കണക്കാക്കുന്ന റെക്ടാങ്കുലർ സ്ട്രിപ്പ് എടുക്കുകയാണ്. പൊക്കം കണക്കാക്കുന്ന റെക്ടാങ്കുലർ സ്ട്രിപ്പ്. ഡൺ. വൈ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന റെക്ടാങ്കുലർ സ്ട്രിപ്പാണ് ഞാൻ എടുത്തത്. ഇതാണ് ആൾ. അങ്ങനെയാണെങ്കിൽ വൈയുടെ താഴത്തെ വാല്യൂ y is equal to 0യും അവസാനം അത് നിൽക്കുന്നത് ഈ ലൈനാണ്. ആ ലൈൻ y is equal to 2x ആണ്. അതായത് ഈ തന്നിട്ടുള്ള ഇന്റഗ്രൽ, അതായത് ഡബിൾ ഇന്റഗ്രൽ, ഈ തന്നിട്ടുള്ള ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ y by 2 1 e raised to x square dx dy 0 to 2 എന്ന് പറയുന്നയാളെ ഡബിൾ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം. ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം. വൈയുടെ വാല്യൂ പൊക്കം y is equal to 2x, താഴെ y is equal to 0, അപ്പർ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് y is equal to 2x. എക്സ് നോക്കാം. എക്സ് ഇതാ ഇവിടെ 0 മുതൽ 1 വരെ. എക്സ് 0 മുതൽ 1 വരെ. എക്സ് 0 മുതൽ 1 വരെ. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കണം, ഇവിടെ ഇന്റഗ്രേഷൻ ചേഞ്ച് ആയപ്പോൾ ഇവിടെയുള്ള ലിമിറ്റും ചേഞ്ച് ആയിട്ടുണ്ട്. സൂക്ഷിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ റിവേഴ്സ് ചെയ്യുന്നത് അങ്ങനെ എളുപ്പത്തിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. സൂക്ഷിച്ച് റിവേഴ്സ് ചെയ്യണം. അതായത് ആദ്യം നമ്മുടെ റീജിയൻ എന്താണെന്ന് മാർക്ക് ചെയ്തു. ആദ്യം ഇവിടെ ഡി എക്സിലാണ്, അതായത് എക്സ് ആക്സിസിന് പാരലലായാണ് സ്ട്രിപ്പ് എടുത്തത്. അത് ആദ്യം ഡി വൈ ആക്കണമെങ്കിൽ വൈ ആക്സിസിന് പാരലലായി സ്ട്രിപ്പ് എടുക്കും. സോ ഇ റൈസ് ടു എക്സ് സ്ക്വയറിനെ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഇ റൈസ് ടു എക്സ് സ്ക്വയർ തന്നെ വൈ. വൈക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 to 2x. അതിനുശേഷം ഇന്റഗ്രൽ 0 to 1 dx. This is equal to integral 0 to 1 e raised to x square into 2x minus 0. That is 2x. 2x into e raised to x square dx. dx. Next, which is equal to ഇവിടെ എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 2x dx കിട്ടും. അതായത് ഇവിടെ നോക്കാം, എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി കൊടുക്കുക. അപ്പോ 2x dx ഈക്വൽ ടു ഡി ടി എന്ന് വരും. 2x dx ഈക്വൽ ടു ഡി ടി എന്ന് വരും. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇ റൈസ് ടു ടി ഡി ടി എന്ന് വരും. ഇ റൈസ് ടു ടി ഡി ടി. ഇ റൈസ് ടു ടിയുടെ ഇന്റഗ്രൽ ഇ റൈസ് ടു ടി തന്നെ. ഇ റൈസ് ടു ടി എന്ന് പറഞ്ഞാൽ ടിയുടെ വാല്യൂ കൊടുക്കുന്നു എക്സ് സ്ക്വയർ, ലിമിറ്റ് 0 to 1. That is equal to e raised to 1 square minus e raised to 0 square. That is equal to e raised to 1 e ആണ്, e raised to 0 1 ആണ്. Therefore final answer e minus 1. Final answer e minus 1. കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇന്റഗ്രേഷന്റെ ഓർഡർ റിവേഴ്സ് ചെയ്യുന്നത്. ഇന്റഗ്രേഷന്റെ ഓർഡർ റിവേഴ്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞു. ഓക്കെ. അപ്പോ നമ്മള് ഓർഡർ റിവേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റീജിയൻ വരയ്ക്കണം. അതിനുശേഷം എക്സ് വെച്ചിട്ടാണ് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എക്സ് ആക്സിസിന് പാരലലായി സ്ട്രിപ്പ് വരയ്ക്കണം. വൈ ആക്സിസ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ വൈ ആക്സിസിന് പാരലലായി സ്ട്രിപ്പ് വരയ്ക്കണം. ആൻഡ് അക്കോർഡിംഗ്ലി നമ്മൾ വാല്യൂ മാറ്റി കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഓക്കെ. അപ്പോ അടുത്ത നമ്മള് ഇന്റഗ്രേഷൻ റിവേഴ്സ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡബിൾ ഇന്റഗ്രൽ y by 2 1 0 to 2 cos x square dx dy. cos x square dx dy. ഇതാണ് നമ്മുടെ ഫിഗർ. ഇതാണ് നമ്മുടെ ഫിഗർ. ഫിഗറിലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനെ നമുക്ക് ഓർഡർ റിവേഴ്സ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ആദ്യം ഇവിടെ എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേഷൻ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് 1,
ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ ടു ലോവർ ലിമിറ്റ്. അവിടെ നിന്നാണെങ്കിൽ y ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ലിമിറ്റ് വരുന്ന y ആണ്. y ഇസ് ഈക്വൽ ടു 2 ആൻഡ് y ഇസ് ഈക്വൽ ടു 0. നമ്മുടെ പഴയ റീജിയൻ തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പഴയ റീജിയൻ തന്നെ കിട്ടും. പുതുമയൊന്നുമില്ല. ഇതായിരിക്കും നമ്മുടെ റീജിയൻ. എക്സ് ഈക്വൽ ടു 1, ഇത് y ഇസ് ഈക്വൽ ടു 2. നമ്മുടെ റീജിയൻ ഈ പുള്ളിക്കാരൻ. ഇവിടെ സത്യം പറഞ്ഞാൽ ആദ്യം എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാനായി y ആക്സിസിന് പാരലലായി സ്ട്രിപ്പ് എടുക്കണം. y ആക്സിസിന് പാരലലായി സ്ട്രിപ്പ് എടുക്കണം. y ആക്സിസിന് പാരലലായി സ്ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ എഴുതാം. ഡബിൾ ഇന്റഗ്രൽ കോസ് എക്സ് സ്ക്വയർ ഡി വൈ ഡി എക്സ്. വൈയുടെ വാല്യൂ ആദ്യം വന്ന് നിൽക്കുന്നത് ഈ ലൈനിലാണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു 2x ആണ്. 2x താഴെ വന്ന് നിൽക്കുന്നത് y ഇസ് ഈക്വൽ ടു 0 ആണ്. 0. ഇനി എക്സിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെയാണ്. 0 മുതൽ 1 വരെ ഇന്റഗ്രേഷൻ മാറി. അതുവഴി തന്നെ ലിമിറ്റുകൾ മാറിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. Therefore, this is going to be cos square y വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ yക്കാണ് ലിമിറ്റ് പോകുന്നത് 0 to 2x ഇന്റഗ്രൽ 0 to 1 dx. Therefore, ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 2x minus 0 2x 2x minus 0 2x 2x into cos x square dx 2x into cos x square dx. നമ്മൾ x സ്ക്വയറിന് t എന്ന് കൊടുക്കുന്നു. Therefore, 2x dx equal to dt 2x dx equal to dt. Therefore, this is going to be cos t dt. Cos t dt. Cos in the integral sin ആണ്. sin t. Therefore, that is going to be sin x squared limit 0 to 1. That is equal to sin 1 square minus sin 0. Sin 0 0 ആണ്. sin 1 1 ആണ്. sin 1 തന്നെ. ഫൈനൽ ആൻസർ. അപ്പൊ ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് sin 1 ആണ്. ഡൺ. ഇത് പുതിയ കാര്യം മീൻസ് ടഫ് അല്ലായിരുന്നു. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യന് വന്ന അതേ റീജിയൻ ആണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ വലിയ ടഫ് അല്ല. Now, next question. Integral 0 to 4 integral root y to 2 e raised to x square dx dy. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സിന്റെ കാര്യം, എക്സിന്റെ ലിമിറ്റ് അപ്പർ ലിമിറ്റ്, എക്സിന്റെ അപ്പർ ലിമിറ്റ് 2ഉം എക്സിന്റെ ലോവർ ലിമിറ്റ് റൂട്ട് വൈയും ആണ്. അയാളെ ഒന്ന് മാറ്റുമ്പോൾ y is equal to x square എന്ന് കിട്ടും. y is equal to x square എന്ന് കിട്ടും. ഇനി രണ്ടാമത് y ആണ്. yയുടെ അപ്പർ ലിമിറ്റ് 4ഉം ലോവർ ലിമിറ്റ് 0ഉം. അപ്പർ ലിമിറ്റ് 4ഉം ലോവർ ലിമിറ്റ് 0ഉം. നെക്സ്റ്റ് ഞാൻ ഈ റീജിയൻ മാർക്ക് ചെയ്യാണ്. റീജിയൻ മാർക്ക് ചെയ്യുന്നു. y is equal to x square. y is equal to x square ആണ്. y is equal to x squareന്റെ ഫിഗർ പാരബോളയാണ്, നമുക്കറിയാം. മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന പാരബോള. x is equal to 2 എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് വരും. x is equal to 2. y is equal to 4 എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് വരും. y is equal to 0, y is equal to 0 ഈ ഭാഗം. ഇവരെ എല്ലാവരെയും ബൗണ്ട് ചെയ്യുന്ന കർവ് എന്ന് പറയുമ്പോൾ ഇവിടത്തതാണ്. ഈ റീജിയൻ ആണ് നമ്മുടെ റീജിയൻ, ഈ ചെറിയ റീജിയൻ. ആദ്യം എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ y വെച്ച് ചെയ്യണം. അതായത് വൈക്ക് പാരലലായ റെക്ടാങ്കുലർ സ്ട്രിപ്പ് എടുക്കണം. വൈക്ക് പാരലലായ റെക്ടാങ്കുലർ സ്ട്രിപ്പ് എടുക്കണം. അതായത് ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ സ്ട്രിപ്പ്. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ സ്ട്രിപ്പ്. ഇതാണ്. അപ്പോൾ റെക്ടാങ്കുലർ സ്ട്രിപ്പ് ഇന്റഗ്രൽ 0 to 4 ഇന്റഗ്രൽ റൂട്ട് y to 2 e raised to x square dx dy.
അപ്പൊ ഞാൻ ഇയാളെ മാറ്റുന്നു. ഡബിൾ ഇന്റഗ്രൽ e⁻x² dy/dx. y വെച്ചാണ് ആദ്യം ചെയ്യാനുള്ളത്. y വന്ന് ആദ്യം ഇടിച്ചു നിൽക്കുന്നത് നമ്മുടെ ഈ ഗ്രാഫിലാണ്. അതായത് x=y² എന്ന പാരബോളയിലാണ് ഇടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പർ ലിമിറ്റ് x=y² ആണ്. അതായത് മാർക്ക് പോയതാണ്. ഓക്കെ, അത് ഇടിച്ചു നിൽക്കുന്നത് y=x²ലാണ്. y=x²ലാണ്. അതുകൊണ്ട് അപ്പർ ലിമിറ്റ് x². കഴിഞ്ഞു. ഇനി അടുത്ത ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? y=0 ആണ്. 0. ഇനി എക്സിന്റെ വാല്യൂ പോകുന്നത് 1 മുതൽ 2 വരെയാണ്. 1 മുതൽ 2 വരെ, 0 മുതൽ 2 വരെ, 0 മുതൽ 2 വരെ, 0 മുതൽ 2 വരെ, 0 മുതൽ 2 വരെയാണ് എക്സിന്റെ വാല്യൂ മാറുന്നത്. Therefore, this is equal to integral 0 to 2. y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ e⁻x² into y dx. e⁻x² into y dx integral 0 to x². Limit 0 to x². Therefore, this is equal to integral 0 to 2 e⁻x², x² minus 0, x² dx. e⁻x² into x² dx. ഇനി നമുക്ക് ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ടഫ് ആണെന്ന് തോന്നുന്നു. അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി x² ഇന്റഗ്രൽ 2x ആണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ x² തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ x² അല്ലായിരുന്നു, x³ ആയിരുന്നു. ക്വസ്റ്റ്യനിൽ x² അല്ലായിരുന്നു, x³ ആയിരുന്നു. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. x³ ആണ്. അതാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിന്ന് പോയത്. x³ ആണ്. സോൾവ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിന്നത് അങ്ങനെയാണ്. അപ്പൊ x³ e⁻x³ x². ഇപ്പൊ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. x³ t എന്ന് കൊടുക്കുന്നു. അപ്പൊ 3x² dx എന്ന് പറയുന്നത് dt ആകും. അതുവഴി x² dx എന്ന് പറയുന്നത് dt/3 ആവും. Therefore, this is equal to integral e⁻t into dt/3 into dt/3. Therefore, this is equal to 1/3 നമ്മൾ വെളിയിലെടുക്കുന്നു. e⁻t യുടെ ഇന്റഗ്രൽ e⁻t തന്നെ. Therefore, this is equal to 1/3 e⁻x³. Limit 0 to 2. Therefore, this is equal to 1/3 into e⁻²³ 8 minus e⁻0 1. Therefore, this is equal to 1/3 into e⁻8 minus 1. e⁻8 minus 1. കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷന്റെ ഓർഡർ റിവേഴ്സ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇത് പലപ്പോഴും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം ചിലപ്പോഴൊക്കെ നേരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ട് റിവേഴ്സ് ചെയ്യണം. ഇന്റഗ്രേഷൻ റിവേഴ്സ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ കോൺസ്റ്റന്റ് അല്ല അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും എങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലാഘവത്തോടെ മാറ്റാൻ പറ്റില്ല. അത് ഈ റീജിയൻ നോക്കിയേ മാറ്റാൻ കഴിയും. നൗ നെക്സ്റ്റ് വൺ, നമ്മൾ എന്താണ് ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ മീൻസ് ഈ ഡബിൾ ഇന്റഗ്രൽ നോക്കിയപ്പോൾ നമ്മുടെ താഴെ ഒരു റീജിയൻ കാണും, മുകളിൽ ഒരു സർഫസ് കാണും. ഈ സർഫസും റീജിയനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു വോള്യത്തിനെയാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രലിലൂടെ കണ്ടുപിടിച്ചത്. നിങ്ങൾക്കറിയാം താഴെയുള്ള റീജിയൻ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ കണ്ടു. നമുക്കിനി ഏരിയ ഓഫ് ദ റീജിയൻ R വേണമെന്ന് വിചാരിക്കുക. ഏരിയ ഓഫ് ദ റീജിയൻ R എന്ന റീജിയന്റെ ഏരിയ വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഞാൻ എഴുതുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ R dA. dx നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x കിട്ടും, dy ഇന്റഗ്രേറ്റ് ചെയ്താൽ y കിട്ടും. അങ്ങനെയാണെങ്കിൽ
എന്താണ് DA ഇന്റഗ്രേറ്റ് ചെയ്താൽ, വെറും ഇന്റഗ്രേഷൻ അല്ല, ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഏരിയ കണ്ടുപിടിക്കാൻ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ DA ചെയ്യുക, അപ്പോഴേക്കും നമുക്ക് ഏരിയ കിട്ടും. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. യൂസിങ് ഡബിൾ ഇന്റഗ്രൽ, find the area of the region R enclosed between y is equal to 1/2 x square and y is equal to 2x. Y is equal to 1/2 x square and y is equal to 2x. അപ്പൊ നമുക്ക് നേരെ ഫിഗറിലേക്ക് പോവാം. അപ്പോ നമുക്ക് y is equal to 1/2 x square. അത് y equal to x squareന്റെ സെയിം ഫിഗർ ആണ്. കുറച്ച് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അത് നമുക്ക് ജിയോജിബ്ര വരച്ച് നോക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ, അല്ലാതെ മനസ്സിലാവാനൊന്നും പോകുന്നില്ല. y is equal to 2x is going to be a straight line. നമുക്കറിയാം. ഇവർ രണ്ടുപേരും കൂടെ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന റീജിയൻ, നമ്മുടെ ഈ റീജിയൻ ആണ് അവർ രണ്ടുപേരും കൂടെ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ. ഇയാളുടെ ഏരിയ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് സ്ട്രിപ്പ് വേണമെന്ന് തീരുമാനിക്കാം. എക്സ് ആക്സസ് വെച്ച് വേണോ വൈ ആക്സസ് വെച്ച് വേണോ നമ്മൾ തന്നെ തീരുമാനിക്കാം. ഞാനിപ്പോ എന്തായാലും എക്സ് ആക്സസ് വെച്ച് ചെയ്യാം. എക്സ് ആക്സസ് വെച്ച് ആദ്യം ചെയ്യുന്നതുകൊണ്ട് എക്സ് ആക്സസിന് പാരലലായി സ്ട്രിപ്പ് ഇടും. ആലോചിക്കുക, ഈ ഫംഗ്ഷന്റെ ഫോർമുല എന്ന് പറയുന്നത് y is equal to 1/2 x square ആണ്. ഈ ഫംഗ്ഷന്റെ ഫോർമുല എന്ന് പറയുന്നത് y is equal to 2x ആണ്. ഓക്കെ, y is equal to 2x ആണ്. ഇതൊരു അബദ്ധമാണ്, പക്ഷെ എങ്കിലും ഞാനിപ്പോ ചെയ്യാണ് കേട്ടോ. അതൊരു അബദ്ധമാണ്. ആകുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരി, അപ്പോ ഏരിയ നോക്കുന്നു. ഏരിയ is equal to ഡബിൾ ഇന്റഗ്രൽ DA. അതായത് ഡബിൾ ഇന്റഗ്രൽ DA ആണ്. ഞാൻ എക്സ് വെച്ച് ആദ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ dx dy. അപ്പൊ എനിക്ക് എക്സിന്റെ വേരിയേഷൻ വേണം. ഇടത് ഭാഗത്തുള്ള ലോവർ ലിമിറ്റ്, വലത് ഭാഗത്തുള്ള അപ്പർ ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ y is equal to 2x ൽ നിന്ന് എക്സ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് y/2 എന്ന് കിട്ടും. അപ്പൊ എന്റെ ലോവർ ലിമിറ്റ് y/2 ആണ്. വലത് ഭാഗത്ത് y is equal to 1/2 x square ആണ്. അതായത് y is equal to 1/2 x square മാറ്റുമ്പോൾ x square equal to 2y. Therefore, x is equal to √2y. അതായത് എന്റെ അപ്പർ ലിമിറ്റ് √2y ആണ്. √2y. എന്നിട്ട് വൈയുടെ വേരിയേഷൻ വേണം. വൈയുടെ വേരിയേഷൻ ഇത് മുതൽ ഇതുവരെയാണ്. പക്ഷെ വൈയുടെ വാല്യൂ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുന്നു. രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്താണല്ലോ വൈയുടെ വാല്യൂ. അപ്പൊ ഇത് രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുമ്പോൾ y is equal to 2 is equal to √2 into y എന്ന്. സ്ക്വയർ എടുക്കുമ്പോൾ y square by 4 is equal to 2y എന്ന്. That is y square minus 8y is equal to 0 എന്ന് കിട്ടും. y കോമൺ എടുക്കുമ്പോൾ y into y minus 8 equal to 0 എന്ന് കിട്ടും. അതായത് y is equal to 0, y is equal to 8. അപ്പോ എനിക്ക് അവർ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് കിട്ടി, അത് 8 ആണ്. 8. അപ്പൊ വൈയുടെ വാല്യൂ 0 മുതൽ 8 വരെയാണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. dx-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആണ് കിട്ടുന്നത്. നമുക്ക് എക്സ് ആണ് കിട്ടുന്നത്. എക്സിന്റെ ലിമിറ്റ് കൊടുക്കുന്നു y/2 മുതൽ √2y വരെ. എന്നിട്ട് 0 to 8 വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. Therefore, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഏരിയ is equal to integral 0 to 8 upper limit minus lower limit. √2y minus y/2. dy. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ √2 അവിടെ നിൽക്കും. √y-യുടെ ഇന്റഗ്രേഷൻ π/3/2/3/2 മൈനസ് 1/2 കൊണ്ട് y-യുടെ ഇന്റഗ്രേഷൻ y² by 2. ലിമിറ്റ് 0 to 8.
limit 0 to 8. Therefore, this is equal to 2 root 2 by 3, 2 root 2 by 3, 8 raised to 3 by 2, minus 0 raised to 3 by 2, minus 1 by 4 into 8 square minus 0 square. Therefore, this is equal to 2 root 2 by 3, 8 raised to 3 by 2. 8 raised to 3 by 2 എന്ന് പറയുമ്പോൾ 8ന്റെ റൂട്ട് 8ന്റെ സ്ക്വയർ റൂട്ടിനെ ക്യൂബ് ചെയ്യണം. 8ന്റെ സ്ക്വയർ റൂട്ടിനെ ക്യൂബ് ചെയ്യണം. അതായത് 2 റൂട്ട് 2 ദ ഹോൾ ക്യൂബ്. 2 റൂട്ട് 2 ദ ഹോൾ ക്യൂബ്. 8ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. 2 റൂട്ട് 2 ആണ്. 8ന്റെ സ്ക്വയർ റൂട്ട് 2 റൂട്ട് 2 ആണ്. അതിനെ ക്യൂബ് ചെയ്യണം. മൈനസ് 0 minus 1 by 4 into 64. 1 by 4 into 64. That will be 16. 16. Therefore, this is equal to 2 by 3 into root 2. 2 cube 8 ആണ്. 2 cube 8 ആണ്. Root 2 cube 2 root 2 ആണ്. Minus 16. Therefore, this will be 8 into 4, 32. 32 by 3. 32 by 3 into root 2 into root 2, 2. Minus 60. That will be 64 by 3 minus 16. That is equal to 64 minus 16 into 3 is 48. 48 by 3. That is 58. 58, 16. 16 by 3. ഇതാണ് നമുക്ക് ഏരിയ ആയിട്ട് കിട്ടിയത്. 16 by 3 ആണ് നമുക്ക് ഏരിയ ആയി കിട്ടിയത്. കഴിഞ്ഞു. 16 by 3 ആണ് നമുക്ക് ഏരിയ ആയി കിട്ടിയത്. പക്ഷെ ഞാൻ ഇവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. ആദ്യം എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ മണ്ടത്തരം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാവരെയും മാറ്റിമറിക്കേണ്ടിയൊക്കെ വന്നു. എക്സിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. രണ്ടുപേർക്കും ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കേണ്ടിയൊക്കെ വന്നു. വലിയ പാടായിരുന്നു. നമുക്ക് ഇയാളെ തന്നെ വൈ വെച്ചൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. വൈ വെച്ച് ഏരിയ കണ്ടുപിടിക്കാൻ ഡബിൾ ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് നമുക്ക് വ്യക്തമായി തന്നിട്ടുണ്ട്. y is equal to 2x ഫസ്റ്റ് ഫംഗ്ഷൻ, y is equal to 1 by 2x square സെക്കൻഡ് ഫംഗ്ഷൻ. y is equal to 2x ഫസ്റ്റ് ഫംഗ്ഷൻ, y is equal to 1 by 2x square സെക്കൻഡ് ഫംഗ്ഷൻ. മുകളിലുള്ളയാള് താഴെയുള്ളയാൾ. അപ്പോ y is equal to 2x അപ്പർ ലിമിറ്റ്, y is equal to 1 by 2x square ലോവർ ലിമിറ്റ്. ഇനി എക്സിന്റെ വേരിയേഷൻ ഇവ രണ്ടുപേരെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോ 4x ഈക്വൽ ടു എക്സ് സ്ക്വയർ കിട്ടും. ദാറ്റ് ഇസ് 4x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 കിട്ടും. എക്സ് കോമൺ എടുക്കുമ്പോൾ 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 കിട്ടും. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 4. എക്സിന്റെ ലിമിറ്റ് 4 ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 0 മുതൽ 4 വരെ. Therefore, this is equal to integral 0 to 4 dy ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കിട്ടും 1 by 2x square into 2x dx. Therefore, this is equal to integral 0 to 4 upper limit minus lower limit dx. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x square by 2x square, 1 by 2 x cube by 3, 1 by 6 x cube, 0 to 4. Therefore, this is equal to 4 square minus 1 by 6 into 4 cube. That is 16 minus 1 by 6 into 1 by 6 into 4 cube. 4 cube is 4 cube. 4 into 4, 16. 16 into 4 is 16 into 4 is 64. വെട്ടിക്കളയാൻ 3 കിട്ടും. ഇവിടെ 32. Therefore, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48 minus 32 by 3, that is equal to 16 by 3. കുറച്ചുകൂടെ സ്റ്റെപ്പ് കുറവാണ്. അത്രയേ ഉള്ളൂ. റിവേഴ്സിങ് ഇന്റഗ്രേഷന്റെ ഓർഡർ റിവേഴ്സ് ചെയ്യാൻ അറിയാവുന്നിടത്തോളം കാലം നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. കഴിഞ്ഞു. അപ്പോ നമ്മള് എന്താണ് നമ്മുടെ റെക്ടാങ്കുലർ റീജിയനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞു.
റെക്ടാങ്കുലർ റീജിയനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അവസാനിപ്പിക്കുകയാണ്.